ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഷോപ്പിൽ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കുറച്ച് ഫിഷുകളെ വന്നിട്ടുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം വന്നത് ഒന്ന് ഏഞ്ചലാണ്. നമ്മൾ വിചാരിച്ച സൈസ് എന്തായാലും ഫിഷിനില്ല. ഒരു മീഡിയം സൈസ് ഏഞ്ചലാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഐറ്റം. പക്ഷേ ഫിഷൊക്കെ നല്ല ആക്റ്റീവാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നൊരു സൈസ് എന്തായാലും വന്നിട്ടില്ല, അത്രേ ഉള്ളൂ. മാർബിൾ ഏഞ്ചലാണ് വന്നത്. പിന്നെ ഒന്നുള്ളത് പാണ്ടാമോളി നല്ല സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ഫിഷാണ്, നല്ല ബ്രീഡിങ് സൈസും കാര്യങ്ങളൊക്കെ ആയ ഫിഷുകളുണ്ട്. നല്ല സൈസും ഉണ്ട്, നല്ല ആക്റ്റീവാണ്. ഇതും കുഴപ്പമില്ല, നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും നല്ല റിസൾട്ടുള്ള ഫിഷ് തന്നെയാണ്. പിന്നെ കോമൺലി എപ്പോഴും നമ്മൾ വരുന്ന സ്റ്റോക്ക് വരുന്ന സാധനം വിഡോ ടെട്ര. ഇതിന് മെയിനായിട്ട് റെഡും യെല്ലോവും ആണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. ബാക്കി കളറൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഇപ്രാവശ്യം വന്നതിൽ നല്ല സൈസ് ഉണ്ട്, നല്ല ആക്റ്റീവ് ഫിഷ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് എപ്പോഴും നമ്മളെ കയ്യിൽ നല്ലൊരു സ്റ്റോക്ക് ഉണ്ടാകുന്ന റൈറ്റാണ് വിഡോ ടെട്ര. പിന്നെ മോളിയാണ് വന്നത്. മോളിയിലും ബ്ലാക്കും കളറൊക്കെ കുറവാണ് വന്നത്, കൂടുതലും വൈറ്റും ഓറഞ്ചും ആണ്. നല്ല ആക്റ്റീവ് ഫിഷ് തന്നെയാണ്. പിന്നീട് വന്നിട്ടുള്ളത് നിയോൺ ടെട്രയാണ്. സൈസ് ചെറുതാണ്, കാരണം വരുന്ന സമയത്ത് എപ്പോഴും ചെറിയ സൈസ് തന്നെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഷോപ്പിൽ നിന്ന് കുറച്ച് സൈസ് ആകലാണ് പൊതുവേ. പക്ഷേ ഫിഷൊക്കെ നല്ല ആക്റ്റീവാണ്. 2 ദിവസം കൊണ്ട് അത്യാവശ്യം സെറ്റായി വരും. പിന്നെ നോർമൽ ഗോൾഡ് ഫിഷ്, ഇത് നമ്മളൊക്കെ മൊത്തം സ്റ്റോക്ക് ഔട്ടായി പോയതായിരുന്നു. ഇപ്പോൾ വീണ്ടും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 300 പീസോളം പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഫിഷൊക്കെ നല്ല ആക്റ്റീവാണ്, കാണുന്നുണ്ടാവും. ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല ആക്റ്റീവായി തന്നെ കിടക്കുന്നുണ്ട്. ആ ഷോപ്പുകളിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്, ഈ ഗോൾഡ് ഫിഷ്. പിന്നെ കുറച്ച് കളറ് കല്ലുകളാണ് ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കളർ സ്റ്റോൺസാണ്. ഇതിൽ കൂടുതൽ കളറുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ വന്നൊരു ഐറ്റം റെയിൻബോ ഷാർക്ക്, ബ്ലാക്ക്, വൈറ്റ്. നല്ല ആക്റ്റീവ് ഫിഷാണ്. വന്ന സമയത്തുള്ള കുറച്ച് സ്ട്രെസ്സും കുറച്ച് കളർ കുറവൊക്കെ ഉണ്ട്. അതൊക്കെ 1 വീക്കിനുള്ളിൽ തന്നെ സെറ്റായി നല്ല കളറിലേക്ക് എത്തും. പിന്നെ ഒരു ഐറ്റം ബാറ്റയുടെ ഫീമെയിലും മെയിലൊക്കെ മിക്സ് ആയിട്ട് വന്നൊരു കോമ്പിനേഷനിലാണ്. അത് കൂടുതൽ വൈറ്റ് കളറാണ് വന്നുകൊണ്ടിരിക്കുന്നത്, നോർമൽ വൈറ്റ്. പിന്നെ ഫൈറ്റർ ഫിഷാണ് വന്നിട്ടുള്ളത്. എല്ലാം നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല സൈസുള്ള ഫിഷാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. കുറച്ച് മിക്സ്ഡ് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. 10 പീസോളം പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. നല്ല ഓവർ ടെയിലാണ്, ഫുൾ ഓവർ ഹാഫ് മൂൺ സൈസിലാണ് വന്നിട്ടുള്ളത്. ഫുൾ മൂൺ ആ റേഞ്ച് കാറ്റഗറിയിൽപ്പെട്ട നല്ല സൈസുള്ളതാണ് വന്നിട്ടുള്ളത്. നല്ല ടെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ആക്റ്റീവ് ഫിഷും കൂടിയാണ്. ഫൈറ്റർ പൊതുവേ നമുക്ക് പെട്ടെന്ന് തന്നെ സെയിലാകലുണ്ട് കേട്ടോ. പുതിയ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെയിലായി പോകുന്ന റൈറ്റാണ് ഫൈറ്റർ. ഈ പ്രാവശ്യം വന്നത് കുറച്ചും കൂടി നല്ല ടെയിലും കാര്യങ്ങളും കൂടിയായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെയിലാകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മളെ കയ്യിലൊരു ടാങ്കാണ്, ചെറിയ ടൈപ്പ് ടാങ്ക്. ഇപ്പോൾ നമ്മൾ ട്രെൻഡായിട്ട് വന്നുള്ളൊരു ടാങ്കാണിത്. അത്യാവശ്യം നല്ല മൂവിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനാണ്ട് ബോട്ടവും മുകളിലും അടക്കം വീഴുന്നത് കൊണ്ട് തന്നെ നല്ല മൂവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ നമ്മൾ പുതിയ സ്റ്റോക്കും അപ്ഡേഷനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തൊരു അപ്ഡേഷനും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.